ഡൽഹിയിൽ നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൻഐയുടെ അന്വേഷണം ഇപ്പോൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊരു നിർണായകമായ സൂചനയാണ്. എന്തിനാണ് കേരളത്തിലേക്ക് ഈ അന്വേഷണ സംഘം വരുന്നത്? അപ്പോൾ ഈ അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത് ADGP ചുമതലയുള്ള വിജയ് സാക്കറെ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെയാണ്. വിജയ് സാക്കറെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ASP ആയും ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ടുമൊക്കെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള ആൾക്ക് കേരളത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഏതാണ്ട് എല്ലാ ധാരണയും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതുകൂടാതെ നമ്മുടെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഒരിക്കൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ ഭീകരവാദത്തെ വളർത്തുന്ന സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട്, പക്ഷേ അവരെ പിടിക്കാനൊന്നും സാധിച്ചിട്ടില്ല, അവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞത് അദ്ദേഹം DGP ചുമതലയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ്. അതിനു മുൻപ് അത് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾ അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോ വിജയ് സാക്കറെ NIAയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയപ്പോഴാണ് ഇക്കാര്യങ്ങൾ അവിടത്തെ ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വിജയ് സാക്കറെ കേരളത്തിലേക്ക് വിടാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഈ ബോംബ് സ്ഫോടന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വ്യക്തിയാണ് ഈ മുഹമ്മദ് ആരിഫ്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്നും അതല്ല സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഇയാൾ അപ്രത്യക്ഷനായിരിക്കും, അങ്ങനെ ഒക്കെയുള്ള 2 വെർഷനുകൾ ഇതിൽ വരുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്തായാലും അന്വേഷണ ഏജൻസികൾ അത് വ്യക്തമാക്കിയിട്ടില്ല. അഖിലേന്ത്യാ എൻട്രൻസ്, അതായത് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതി അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കാനായി വന്ന വ്യക്തിയാണ് ഡോക്ടർ ആരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് ആരിഫിന് 5 വർഷക്കാലത്തെ അവിടത്തെ പഠന കാലയളവ് കൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട മൗലവി ഉണ്ടായിരുന്നു, ഇർഫാൻ മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളിൽ 112 ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ ഈ പറയുന്ന മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ട്. ആരിഫിന് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഡോക്ടർമാരുമായും അത്തരത്തിലുള്ള ചില ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ വിജയ് സാക്കറയുടെ നേതൃത്വത്തിലുള്ള NIA സംഘം, ആ സംഘമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഇവരെ ലക്ഷ്യം വെക്കുന്നത്. പാലക്കാട്, മലപ്പുറം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുള്ള ചില സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാമല്ലോ, 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന അജണ്ടയോടെ ചില സംഘടനകളൊക്കെ ഇവിടെ പ്രവർത്തിച്ചു വന്നു. അങ്ങനെ RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് എതിരായിട്ട് വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. പിന്നീട് അവർ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ആ രീതിയിൽ നീക്കങ്ങൾ നടത്തുമ്പോഴാണ് 2014 അതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകളെ എല്ലാം തന്നെ കടമുഴക്കിക്കൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ കേന്ദ്രത്തിൽ വരുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വരുന്നു. ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കുമേൽ കർശനമായ നിരീക്ഷണം ഉണ്ടാകുന്നു. അത് രാജ്യത്തുടനീളം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ആ സർക്കാർ 5 വർഷം കൊണ്ട് ഭരണകാലാവധി അവസാനിച്ചില്ല, വീണ്ടും തുടർഭരണം കിട്ടി. ഇതിനുശേഷം വീണ്ടും തുടർഭരണം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും രാജ്യത്തുണ്ടാകുന്ന പല സ്ഫോടനങ്ങളിലും അക്രമ പ്രവർത്തനങ്ങളിലും ഇവർക്ക് ഇൻവോൾവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആലപ്പുഴയിൽ ഒരു മുദ്രാവാക്യം വിളിയൊക്കെ ഉയർന്നു വരുന്നത്. ആ മുദ്രാവാക്യം വിളി ഒരു വിദ്യാർത്ഥിയെ, ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അപ്പോ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ട് ചില ആന്തരികമായ പ്രവർത്തനങ്ങൾ പല സംഘടനകളും നടത്തുന്നു. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഹിജാബുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ഉണ്ടായത്. കൂത്താട്ടുകുളത്ത് ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായത്, കൊട്ടാരക്കരയിൽ ഒരു ലവ് ജിഹാദ് പ്രശ്നം ഉണ്ടായത്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുമായിട്ട് ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി
ദേശീയ തലത്തിൽ നിന്ന് ഒരു അന്വേഷണ സംഘം വിമാനത്തിൽ ഇവിടെ എത്തുകയും പോപ്പുലർ ഫ്രണ്ടിന്റെ മുഴുവൻ നേതാക്കളെയും തൂത്തുപറക്കി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിനുശേഷം ആ സംഘടന തന്നെ നിരോധിക്കപ്പെട്ടു. അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. അതിന്റെ നേതാക്കളെല്ലാം അറസ്റ്റിലായെങ്കിലും അതേ ആശയം വച്ച് പുലർത്തുന്ന നിരവധി ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർ അവരുടെ തൊഴിലുകളിൽ വ്യാപൃതരാവുകയും ഇത്തരം ആക്ടിവിസ്റ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറുകയും ചെയ്തു. അതിൽ കുറച്ചുപേരൊക്കെ CPM-ലേക്ക് നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞു കേട്ടിരുന്നു. ശരിയാണോ എന്നറിയില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തകർ മുഴുവൻ SDPI അംഗങ്ങളായി. അതായത് എറണാകുളത്ത് ഹിജാബ് വിവാദം ഉണ്ടായപ്പോഴും മുന്നിൽ നിന്നത് SDPI ആണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ SDPI വന്നു. ഇവിടെ SDPIയുടെ അതേ പാതയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ ആ സംഘടന എത്തുന്നുണ്ട്. അവർക്ക് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുണ്ട്. ഇരു കൂട്ടരും കൃത്യമായിട്ട് മസ്തിഷ്ക പ്രക്ഷോഭണം ഒക്കെ നടത്തി മത തീവ്രവാദത്തെ വളർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കേരള പോലീസിന് വിവരം ലഭിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ സ്ലീപ്പർ സെൽസ് ഉണ്ട് എന്ന് നേരത്തെ തന്നെ ഏതാണ്ട് 5-6 വർഷങ്ങൾക്ക് മുൻപ് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ വ്യക്തമായത്. പക്ഷേ അവർക്കെതിരെ നടപടിയൊന്നും അന്നുണ്ടായില്ല. ഇവിടെ ഈ മുഹമ്മദ് ആരിഫിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന മുഹമ്മദ് ആരിഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇത്തരം ആളുകളുമായി പുലർത്തിയിരുന്നോ അത് കണ്ടെത്തണം. ഇതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള വിജയ് സാഖറെയുടെ നേതൃത്വത്തിലുള്ള NIA സംഘം 10 അംഗ NIA സംഘം ഇവിടേക്ക് എത്തുന്നത്. നേരത്തെ എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഇവിടെ രാഖി രാമാനം അവരെ പൊക്കിക്കൊണ്ടു പോയത്, അതിന് സമാനമായ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കേരളത്തിൽ സ്ലീപ്പർ സെൽസ് ഉണ്ട്. കാരണം ഇവിടെ എന്ത് ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടന്നാലും ലോകത്തിന്റെ ഏത് കോണിൽ അതിന്റെ ഒരറ്റം വന്ന് കേരളത്തിൽ മുട്ടി നിൽക്കും. അത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, സിറിയയിലേക്ക് ആട് മേയ്ക്കാനായിട്ട് കുറെ ആളുകൾ ഇവിടെ നിന്ന് പോകുന്നു. ആ വാർത്ത വന്നപ്പോൾ കേരളത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ നിരവധി പേർ ആട് മേയ്ക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുൽവാമയിൽ ആക്രമണം നടന്ന സമയത്ത് അതിന്റെ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള ചില വാർത്തകൾ വന്നു. അതായത് കാസർഗോഡ് നിന്നും ഒരാള് ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് പഹൽഗാം വനത്തിൽ അയാൾ മരണപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് വലിയൊരു വാർത്തയായിട്ട് വന്നതാണ്. കാസർഗോഡ് സ്വദേശിയായിരുന്നു അയാൾ. എന്തിനാണ് ഇയാൾ ആ കാടിന്റെ സമീപം? പിന്നെ ഇയാളെ കുറിച്ച് ഒരു വിവരവും നമുക്ക് കിട്ടിയില്ല. അയാൾ പിന്നെ മരിച്ച നിലയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ഇയാൾ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോയി എന്നൊക്കെയാണ് പിന്നീട് കേട്ടത്. ഈ കാശ്മീരിലെ പഹൽഗാം ആക്രമണം നടന്നതിന് സമീപത്തുള്ള വനാന്തരങ്ങളിലാണ് അയാൾ എത്തിയത്. അപ്പോൾ അവിടെയും പിന്നെ കേരള കണക്ഷൻ വരുന്നുണ്ട്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന വ്ളോഗർ കൊച്ചിയിൽ വരുന്നുണ്ട്. ഏഴിമല നാവിക അക്കാദമി സന്ദർശിക്കുന്നുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കണക്ഷനിലും ഒരു കേരള ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ മുഹമ്മദ് ആരിഫിന് കേരളത്തിലെ ഒരു കണക്ഷൻ ഉണ്ട്. ഒന്നിലധികമോ കണക്ഷൻ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പുറത്തേക്ക് വരേണ്ടത്. കേരളത്തിലുള്ള ആക്രമണത്തിന് ഒരു പദ്ധതി ഇട്ടിരുന്നോ? ഈ അൽഫല യൂണിവേഴ്സിറ്റി വളരെ സംശയാസ്പദമായി നിൽക്കുന്ന ഒരു ക്യാമ്പസ് ആണ്. ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെ 8ഓളം പ്രൊഫസർമാർ ഇപ്പോൾ ജോലി രാജിവെച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. പറഞ്ഞു വിട്ടു എന്ന് പറയുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ചില സംശയങ്ങളുമുണ്ട്. അതിന് പ്രധാന കാരണം ഇപ്പോ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ, അതായത് ചാവേറായി കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ഡോക്ടർ ഇതേ ക്യാമ്പസിൽ ഈ താലിബാനിസം നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത് അങ്ങനെ എന്ന് പറഞ്ഞാൽ, താലിബാനിസം എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ ക്ലാസ്സുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കാൻ പാടില്ലത്രേ, മിങ്കിള് ചെയ്യാൻ പാടില്ല, അവരെ അകറ്റി നിർത്തുന്നു. വിദ്യാർത്ഥികൾ പറയുന്നു, അവരുടെ രക്ഷിതാക്കൾ പറയുന്നു. എന്തിന്? ഇപ്പോൾ അവിടത്തെ രാജിവെച്ച അധ്യാപകരും അവിടുത്തെ ചില നിലപാടുകളെ കുറിച്ച് വലിയ എതിർപ്പുകൾ പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നു. അപ്പോ അവിടുത്തെ 13-ാം നമ്പർ മുറിയിൽ നിന്ന് ലഭിച്ച ഡയറി കുറിപ്പുകൾ, ഡിജിറ്റൽ തെളിവുകൾ, ബ്ലൂ പ്രിന്റുകൾ, ഇതെല്ലാം തന്നെ വലിയൊരു ഗ്യാങ്ങിലേക്കാണ് അന്വേഷണം എത്തിച്ചു നിൽക്കുന്നത്. ഈ ഇടപെടലിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് വ്യക്തമാണ്. ഇതിൽ കേരള ഇടപെടലാണ് ഇപ്പോൾ സംശയമുണ്ടായിരിക്കുന്നത്.
എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പല പ്രവർത്തകരും ഇപ്പോൾ ഇലക്ഷൻ ഒക്കെ ആയപ്പോഴേക്കും ഈ നിരോധിച്ച ആളുകളെല്ലാം തന്നെ SDPIയിലേക്ക് വരികയും ഇവിടത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഇസ്ലാമിക നിലപാടുകൾ സ്വീകരിക്കുന്ന ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ആളുകളൊന്നും തന്നെ ഈ ഡൽഹി ബോംബ് സ്ഫോടനത്തെ അപലപിക്കുന്നില്ല, അവർ ഒന്നും പറയുന്നില്ല, ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് NIA അന്വേഷണം വ്യാപിപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ വിജയ് സാഖറയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം അന്വേഷണത്തിനായിട്ട് കേരളത്തിലേക്ക് എത്തിയാൽ ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം നിരവധി ആളുകൾ, അതായത് സ്ലീപ്പർ സെല്ലിന്റെ ഭാഗമായിട്ടുള്ള പല ആളുകളും കസ്റ്റഡിയിലാവുകയും ചെയ്യും. അപ്പോ എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് ആരിഫ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ഇടയായത്? അയാളുടെ പിന്നീടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്ന കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരേണ്ടതുണ്ട്. 7 or 8 ജില്ലകളിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം കൂടി വരുന്നതും അവിടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതായിട്ടും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനായിട്ടാണ് 10 അംഗ NIA സംഘം ഇപ്പോൾ എത്തുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ പ്രവർത്തിച്ച IPS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പല ജില്ലകളിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകാം. കൂടാതെ പോലീസ് സേനയിലെ ഒരു വിഭാഗത്തിന്റെ സഹായവും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കാം. അതുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം കേസ് NIAക്ക് കൈമാറുന്നതും അങ്ങനെ NIAയുടെ അന്വേഷണ സംഘം വിജയ് സാഖറയുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് വരുന്നതും.